ഇറാൻ പൂർണ്ണമായും ദുർബലമായതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ കൈവശമുണ്ടായിരുന്ന മിസൈലുകളും ഡ്രോണുകളുമെല്ലാം അവസാനിച്ചു കഴിഞ്ഞു. പുതിയവ നിർമ്മിക്കുന്നതിനുള്ള ശേഷി ഇറാനില്ല. വിയറ്റ്നാമിലും അഫ്ഗാനിസ്ഥാനിലും വർഷങ്ങൾ കൊണ്ട് നേടിയത് ഇറാനിൽ 5 മാസം കൊണ്ട് കൈവരിക്കാനായി എന്നും ട്രംപ് പറഞ്ഞു. ആദ്യം ട്രംപിന്റെ വാക്കുകൾ കേൾക്കാം. Their missiles have been largely, they have some left, they have some, but they have far fewer than they had 4 or 5 months ago. Their manufacturing capacity is almost gone. The drone capacity is almost gone. There are very few. So we're in there for 5 months, and if you look at Vietnam, they were in there for 20 years. You look at Afghanistan, they were in there for many years. You look at any one of the wars, Korea, any one of them, they're in there for many years. We're in for 5 months, and we have obliterated their military capacity. ഈ വിയറ്റ്നാമിലും ഇറാൻ പറയുന്ന അഫ്ഗാനിസ്ഥാനിലുമൊക്കെ എന്ത് നേടി എന്നുള്ള ചോദ്യം എക്കാലത്തും അമേരിക്കയെ വേട്ടയാടിയിട്ടുള്ളതാണ്. എന്തായാലും വിവരങ്ങളുമായി ഐസൺ ജോസ് ഉണ്ട്. ഐസൺ, ഞാനിപ്പോൾ പറഞ്ഞു വരികയായിരുന്നു, എന്താണ് വിയറ്റ്നാമിലും അഫ്ഗാനിസ്ഥാനിലുമൊക്കെ അമേരിക്ക നേടിയത് എന്നുള്ളൊരു ചോദ്യം അത് എക്കാലത്തും ഉയർന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ഇറാനിൽ എന്താണ് സാധ്യമാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. പ്രജിത്ത്, തീർച്ചയായും അത്തരം രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ ഗൗരവമേറിയ ഒരു വിഷയങ്ങളായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിലെയും വിയറ്റ്നാമിൻ്റെയും വിഷയങ്ങളൊക്കെ കൃത്യമായി നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെ ട്രംപിൻ്റെ ഈ അവകാശവാദം മുന്നോട്ട് വരുന്നത്. ട്രംപ് ഉന്നയിച്ചിരിക്കുന്ന അവകാശവാദം എന്ന് പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ പൂർണ്ണമായും ദുർബലമായി കഴിഞ്ഞ ഇറാൻ്റെ മിസൈൽ ശേഷി അല്ലെങ്കിൽ മിസൈൽ സ്റ്റോക്കെല്ലാം തന്നെ തീർന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ ഡ്രോണുകളും ആയുധങ്ങളെല്ലാം തന്നെ അവസാനിച്ചു കഴിഞ്ഞു. പുതിയത് നിർമ്മിക്കുന്നതിനുള്ള സാധ്യതകൾ, അതിൻ്റെ റോ മെറ്റീരിയൽ സൂക്ഷിച്ചതാകട്ടെ അല്ലെങ്കിൽ അവയുടെ നിർമ്മാണ സംവിധാനങ്ങളാകട്ടെ എല്ലാം തന്നെ തകർക്കുകയും ചെയ്തിട്ടുണ്ട് അമേരിക്ക ആക്രമണത്തിൽ. മാത്രമല്ല, ഈ 5 മാസത്തിനിടെ നടന്ന ആക്രമണത്തിൽ പൂർണ്ണമായും വലിയ തോതിലൊരു ആഘാതം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു ദുർബലമായ അവസ്ഥയിലാണ് ഇറാൻ ഉള്ളത് എന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതിന് പിന്നാലെയാണ് അദ്ദേഹം ഈ വിയറ്റ്നാമിലെയും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലെയും ഒക്കെയുള്ള അവസ്ഥാവിശേഷങ്ങൾ, അതായത് അഫ്ഗാനിസ്ഥാനിലൊക്കെയുള്ള അവസ്ഥകളെല്ലാം തന്നെ പരാമർശിക്കുകയും ചെയ്തത്. മറ്റൊരു നിർണായക പരാമർശം കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഈ നിലപാടിൽ തന്നെ, അതായത് ഒരു ടെലിവൈസ്ഡ് ക്യാബിനറ്റ് മീറ്റിംഗ് ആണ് നടന്നത്. അതായത് സുതാര്യത ഉറപ്പാക്കുന്നതിന് വേണ്ടി ക്യാബിനറ്റ് മീറ്റിങ്ങുകൾ ടെലിവിഷനിലൂടെ സംപ്രേഷണം ചെയ്യുന്നതിൻ്റെ ആദ്യഘട്ടമായി അത്തരത്തിലൊരു നീക്കം കൂടിയായിരുന്നു ട്രംപിൻ്റെ ഈ ക്യാബിനറ്റ് മീറ്റിങ്ങിൽ നടന്നത്. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ജയിക്കാൻ വേണ്ടിയാണ് ഇറാനിൽ യുദ്ധം നടത്തിയത് എന്നാണ് അറിയിച്ചത്. താങ്കൾ വിജയിച്ചു കഴിഞ്ഞു എന്നൊരു നിലപാടും അറിയിക്കുന്നുണ്ട്. സ്വാഭാവികമായും വലിയ തോതിലുള്ള ഒരു ആക്രമണത്തിനുള്ള സാധ്യത നിലവിലെ സാഹചര്യത്തിൽ അധിക ദിവസത്തിനുള്ള അല്ലെങ്കിൽ കുറച്ച് ഈ അടുത്ത ദിവസങ്ങളിലൊന്നും ഉണ്ടാകില്ല എന്നൊരു സൂചന അല്ലെങ്കിൽ അത്തരത്തിലൊരു നിരീക്ഷണം നടത്താവുന്ന ഒരു നിലപാടാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എങ്കിൽ കൂടി വളരെ കൃത്യമായ സൂചന അദ്ദേഹം ഇറാന് നൽകുകയും ചെയ്യുന്നുണ്ട്. കടുത്ത ആക്രമണം നടത്തി ദുർബലമായ ഇറാനെ അവസാനിപ്പിക്കാൻ നിമിഷങ്ങൾ മതി എന്നൊരു സൂചന തന്നെയാണ് അതിലുള്ളത് എന്നതും വ്യക്തമാണ്.